The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, see, in the last class we discussed various sources of business finance. I think all are clear. Okay, today we are going to discuss the next sources of finance, that is issue of shares. See, we know that the capital obtained by issue of shares is known as share capital. So that means the capital of company is divided into small units and it is called one share. ഇപ്പോൾ നമുക്കറിയാം, ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ഷെയർ ക്യാപിറ്റൽ, ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് ആക്ച്വലി വൺ ഷെയർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു ഹോൾഡിംഗ് ദ ഷെയർ ഈസ് നോൺ ആസ് ഷെയർ ഹോൾഡർ എന്നാണ് പറയുക. ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ആളെ പറയുന്ന പേര്, ഷെയർ എടുക്കുന്ന ആളെ പറയുന്ന പേര് ഷെയർ ഹോൾഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇപ്പോൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിക്ക് ക്യാപിറ്റൽ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഷെയർസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഇക്വിറ്റി ഷെയർസും ആൻഡ് പ്രിഫറൻസ് ഷെയർസും. So what do you mean by equity shares? Equity share is the most important source of raising long term capital by a company. ഒരു കമ്പനിക്ക് ലോങ് ടേം കാലയളവിലേക്ക് ഫണ്ട് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത്. ഓക്കെ, സോ ദ ക്യാപിറ്റൽ റേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് സച്ച് ഷെയർസ് ഈസ് നോൺ ആസ് ഓണർഷിപ്പ് ക്യാപിറ്റൽ. ഇത്തരത്തിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിലൂടെ കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലിന് നമ്മൾ പറഞ്ഞ പേര് ഓണേഴ്സ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്, ഓർ ഓണേഴ്സ് ഫണ്ട് എന്ന് പറയും. ഓക്കെ, സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡു നോട്ട് ഗെറ്റ് എനി ഫിക്സഡ് ഡിവിഡൻഡ് ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടില്ല, ബട്ട് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏർണിങ്സ് ബൈ ദി കമ്പനി. കമ്പനിയുടെ ഏർണിങ്സിനനുസരിച്ചിട്ട് ഡിവിഡൻഡ് ആർക്ക് കിട്ടും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ദേ ഹാവ് റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു വോട്ട്. ഇവർക്ക് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് കാര്യങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഒരു ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഈ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നെങ്കിൽ കമ്പനിക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇക്വിറ്റി ഷെയർസ് പറഞ്ഞാൽ നോർമൽ ഷെയർസിനെയാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവർക്ക് ഫിക്സഡ് റേറ്റിൽ എന്ത് കിട്ടില്ല, ഡിവിഡൻഡ് കിട്ടില്ല. പക്ഷേ കമ്പനിയുടെ ഏർണിങ്സിനനുസരിച്ച് ഇവർക്ക് എന്ത് കിട്ടും, ഡിവിഡൻസ് കിട്ടും. കൂടാതെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യാൻ കഴിയും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ നെക്സ്റ്റ് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ, ഇക്വിറ്റി ഷെയർസ് ആർ സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹൂ ആർ വില്ലിംഗ് ടു അസ്യൂം റിസ്ക് ഫോർ ഹയർ റിട്ടേൺസ്. അല്ലേ, ഹയർ റിട്ടേൺസ് അതുപോലെ റിസ്ക് ഏറ്റെടുത്ത് ഹയർ റിട്ടേൺസ്
റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഇക്വിറ്റി ഷെയർസ് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് കമ്പൽസറി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഓക്കെ, ദെൻ ഇക്വിറ്റി ഷെയർസ് സെർവ് ആസ് എ പെർമനൻറ്റ് ക്യാപിറ്റൽ ആസ് ഇറ്റ് ഈസ് ടു ബി റീപെയ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ആക്ച്വലി ഈ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ക്യാപിറ്റലാണ്. ഇത് എപ്പോഴാണ് റീപേ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ടി വരിക, ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, സോ ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊവൈഡ് ക്രെഡിറ്റ് വർത്തിനെസ് ടു ദി കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് പ്രൊവൈഡ് ചെയ്യുന്നു ആര്, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫണ്ട് ക്യാൻ ബി റേസ്ഡ് ത്രൂ ഇക്വിറ്റി ഷെയർസ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജസ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റിൻ്റെ മേലൊന്നും ചാർജ് ചെയ്യാതെ തന്നെ ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കമ്പനികൾക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഡെമോക്രാറ്റിക് കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഈസ് അഷ്വേർഡ് ഡ്യൂ ടു വോട്ടിംഗ് റൈറ്റ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ട് ഡെമോക്രാറ്റിക് ഓവർ മാനേജ്മെൻറ്റിനടുത്ത് ഒരു ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നോർമൽ ഷെയർസ് ആണ് ആക്ച്വലി ഏതെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്സ് എന്തായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ഹൂ വാണ്ട് സ്റ്റഡി ഇൻകം മേ നോട്ട് പ്രിഫർ ഇക്വിറ്റി ഷെയർസ്. സ്റ്റഡി ആയിട്ട്, അതായത് കൃത്യമായിട്ട് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അത്ര സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക്. ദെൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് ജനറലി മോർ ആസ് കമ്പയർഡ് ടു കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട് ത്രൂ അതർ സോഴ്സസ്. മറ്റു സോഴ്സസിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ വരുന്ന ചിലവിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് ഇതിനുള്ള കോസ്റ്റ് എന്താണ്, കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇഷ്യൂ ഓഫ് അഡീഷണൽ ഇക്വിറ്റി ഷെയർസ് ഡയലൂട്ട് ദ വോട്ടിംഗ് പവർ ആൻഡ് ഏർണിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഇടയിൽ വെച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു എങ്കിൽ അവരെ കൂടെ ഈ കമ്പനിയുടെ ഭാഗവാക്കാകുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, വോട്ടിംഗ് പവറിൽ ഇവർ മറ്റ് പുതുതായിട്ട് വരുന്നവരും കൂടെ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഏർണിങ്സ് പുതിയവരുടെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഏർണിങ്സിനും കൂടി അതെന്ത് ചെയ്യുന്നു, അഫക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. Then more formalities and procedures delays are involved while raising fund through issue of equity shares. ഇക്വിറ്റി ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഖ്യയിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിലേ ആവും എന്നുള്ളതാണ് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റേസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞാൽ മുൻഗണനാ ഷെയറുകൾ അല്ലേ. ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുവെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുക. ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് പ്രിഫറൻഷ്യൽ പൊസിഷൻ ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ 2 ways. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അപേക്ഷിച്ച് 2 പ്രധാനപ്പെട്ട റൈറ്റ്സുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, റിസീവിങ് ഫിക്സഡ് റൈറ്റ് ഓഫ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റൈറ്റിൽ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളതാണ് ഒന്ന്. 2, റിസീവിങ് ദെയർ ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻസ്. ഫസ്റ്റ് ആർക്കായിരിക്കും ലിക്വിഡേഷൻ സമയത്ത് ആദ്യം ആർക്കായിരിക്കും ക്യാപിറ്റൽ തിരിച്ചു കിട്ടുക, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും എന്നാണ് പറയുന്നത്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ജനറലി ഡു നോട്ട് എൻജോയ് എനി വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, കമ്പനിയിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പലതരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അതിൽ ഒന്നാമത് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അതായത് ദ പ്രിഫറൻസ് ഷെയർ വിച്ച് എൻജോയ് റൈറ്റ് ടു അക്യുമുലേറ്റ് അൺപെയ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ ഇയർ ഓൾസോ ആൻഡ് നോൺ ആസ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. അതായത് പ്രിഫറൻസ് ഷെയർസ് വിച്ച് എൻജോയ് റൈറ്റ് ടു അക്യുമുലേറ്റ് അൺപെയ്ഡ് ഡിവിഡൻസ് ആണ്. അൺപെയ്ഡ് ഡിവിഡൻസ് അക്യുമുലേറ്റ് ചെയ്ത് അൺപെയ്ഡ് ഡിവിഡൻസ് ഉള്ള അവകാശമുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ് ആക്ച്വലി ഏത്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഡിവിഡൻഡ് ഈസ് നോട്ട് അക്യുമുലേറ്റഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഇൻ ദി പെർട്ടിക്കുലർ ഇയർ, ദാറ്റ് ഈസ് നോൺ ക്യുമുലേറ്റീവ്.
Then participating and non-participating preference share. Participating preference shares have right to share the profit after making payment to equity shareholders. But in case of non-participating preference shares, they do not enjoy such right. Okay, then convertible and non-convertible preference shares. That means preference shares that can be converted into equity shares within a specified period of time. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പ്രിഫറൻസ് ഷെയറുകൾ ഇക്വിറ്റി ഷെയറുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. And then on other hand, non-convertible preference shares are such that cannot be converted into equity shares. Equity shares ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ദെൻ മെറിറ്റ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പ്രിഫറൻസ് ഷെയർസ് പ്രൊവൈഡ് റീസണബിളി സ്റ്റഡി ഇൻകം ഇൻ ദ ഫോം ഓഫ് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺസ് ആൻഡ് സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഒന്ന്, പ്രിഫറൻസ് ഷെയർസിൽ സ്റ്റഡി ഇൻകം എന്ത് ചെയ്യുന്നു, ഫിക്സഡ് റേറ്റിൽ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് ഒരു സ്റ്റഡി ഇൻകം ഇതിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് ആർ യൂസ്ഫുൾ ഫോർ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ വിത്ത് കമ്പാരിറ്റീവ്ലി ലോ റിസ്ക്. വളരെ ചുരുങ്ങിയ റിസ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ചുരുങ്ങിയ റിസ്കിൽ ഫിക്സഡ് റേറ്റിൽ റിട്ടേൺസ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ചൂസ് ദ പ്രിഫറൻസ് ഷെയർസ്. ആൻഡ് ദെൻ ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ കൺട്രോൾ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബിക്കോസ് ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. അല്ലേ, ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ബിക്കോസ് ഇവർക്ക് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഫിക്സഡ് rate of dividend to preference shares may enable a company to declare high rate of dividend for the equity shareholders in a good time എന്ന് പറയും. Then preference shareholders have preferential rights and ഇപ്പോൾ the repayment of our equity shareholders in the event of liquidation of the company. കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആർക്കായിരിക്കും കൊടുക്കുക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും എന്നാണ് പറയുന്നത്. സോ പ്രിഫറൻസ് ക്യാപിറ്റൽ ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സിൽ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡ്രോബാക്സ് എന്തായിരിക്കും? പ്രിഫറൻസ് ഷെയർസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഹു ആർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ആൻഡ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹൈ റിട്ടേൺസ്. ഹൈ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡയലൂട്ട് ദ ക്ലെയിം ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓവർ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞു. ദെൻ ദ റൈറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഈസ് ജനറലി ഹയർ ദാൻ ദി റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചറിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും ഏതിൽ, പ്രിഫറൻസ് ഷെയർസിൽ എന്ന് പറയുന്നത്. സോ ഡിവിഡൻഡ് ഓൺ ദിസ് shares is to be paid only when the company earns profit. There is no assured return for the investors, and then dividend paid is not deductible from the profit for the income tax. So income tax കണക്കാക്കുന്ന സമയത്ത് ഇതിനകത്ത് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യാറില്ല, അത് ഡിഡക്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്യാറില്ല എന്നാണ്. അതായത് ഡിവിഡൻഡ് പെയ്ഡ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ഡിവിഡൻഡ് കൊടുക്കുന്നത് നോട്ട് ഡിഡക്റ്റബിൾ ഫ്രം ദി പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യാറില്ല, ഡിഡക്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ ഫോർ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദീസ് ആർ ദ ഡ്രോബാക്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ആക്ച്വലി ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്, ഒന്ന്, ദ ഫസ്റ്റ് വൺ, ഇക്വിറ്റി ഷെയർസ് ദ ഡിവിഡൻഡ് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇൻ ഇക്വിറ്റി ഷെയർസ് ദേ ഗെറ്റ് ദ ഡിവിഡൻഡ് ആഫ്റ്റർ the preference shares. In case of preference shares, priority over the equity shares. And then voting rate, see actually full voting rate for equity shares and no voting rate for the preference shares. Then risk bearing securities, actually equity share is a risk bearing security but preference share is the less risk. And then return of right of returns, see actually in case of equity shares, right of returns fluctuate with the profit, but in case of preference shares it fixed rate of dividend will get for the preference shares. And then control, actually equity shareholders control of the management and preference shareholders no control of the management. Okay, I think all are clear. നെക്സ്റ്റ് സോഴ്സസ് ആണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിബഞ്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ റേസിങ് ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റൽസ്. ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റൽ പറഞ്ഞാൽ എന്താണ്, കടം എടുത്തിട്ടുള്ള ക്യാപിറ്റൽ. അത് ലോങ് ടേം കാലയളവിലേക്ക് നമുക്ക് കടമായിട്ട് ക്യാപിറ്റൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ആക്ച്വലി ഡിബഞ്ചർ എന്ന് പറയുന്നത്. എ കമ്പനി ക്യാൻ റേസ് ഫണ്ട് ത്രൂ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എപ്പോഴാണെന്ന് വെച്ചാൽ വിച്ച് ബിയർ
ബിയർ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഡിബഞ്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഓർ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ആക്ച്വലി ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അണ്ടർ ഇറ്റ്സ് എ സീൽ ആസ് എൻ അക്നോളജ്മെന്റ് ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. കമ്പനിയുടെ സീൽ ഉണ്ടാവും, അതായത് കമ്പനി ആരിൽ നിന്നെങ്കിലും കടം വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കടം വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അക്നോളജ് ചെയ്യുന്നത് അല്ലേ, അത് സമ്മതിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ആക്ച്വലി ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ആരിൽ നിന്നെങ്കിലും കടം വാങ്ങുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരു ഡിബഞ്ചർ എഴുതി കൊടുക്കാവുന്നതാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ അണ്ടർടേക്കൺ ബൈ ദ കമ്പനി ടു റീപേ സ്പെസിഫൈഡ് ബോറോഡ് സം ഓൺ ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒക്കെ അത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. ആർക്കാണോ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് അവരാണ് ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്കാണോ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് അവരിൽ നിന്ന് നമ്മൾ ക്യാഷ് വാങ്ങിയിട്ടാണ്, കമ്പനി ക്യാഷ് വാങ്ങുമ്പോഴാണ് ഇത് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അവർക്ക് ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയും. അവർക്ക് നമ്മൾ പൈസ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എമൗണ്ട് എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കാം എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ആക്ച്വലി ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ് ആക്ച്വലി, ക്രെഡിറ്റേഴ്സ് ആണ് ആര്, ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയും. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് എ ഫിക്സഡ് സ്റ്റേറ്റ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് സ്പെസിഫൈഡ് ഇൻ്റർവെൽസ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റിൽ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? അതൊക്കെയാണ് ഡിബഞ്ചർ. Then public issue of debentures require that it should be rated by credit rating agencies എന്ന് പറയുന്നത്, അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് CRISIL, അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അങ്ങനെ പബ്ലിക് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് എന്ത് വേണം, റിക്വയർസ് ദാറ്റ് ദ ഇഷ്യൂ ബി റേറ്റഡ് ബൈ എവിടെ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ റേറ്റിനാണ് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസിൽ ഓഫ് ഇന്ത്യ അവരുടേത്. ദെൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ദ റൈറ്റ് ഓഫ് ഇഷ്യൂ ഓൺ ആസ്പെക്ട്സ് ഏതിനേക്കെന്ന് വെച്ചാൽ ട്രാക്ക് ഓഫ് റെക്കോർഡ് ഓഫ് ദി കമ്പനി, ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി, ഡെപ്റ്റ് സർവീസ് കപ്പാസിറ്റി, ക്രെഡിറ്റ് വർത്തിനെസ്, ഇതിനെയൊക്കെ നോക്കിയിട്ടാണെന്ന് പറയുന്നത്. ദെൻ ഇഷ്യൂ സീറോ ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സും ഉണ്ട്, വിച്ച് ഡസ് നോട്ട് ക്യാരി എനി എക്സ്പ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് SZID എന്ന് പറയും, ദ ഇഷ്യൂ ഓഫ് സീറോ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, രജിസ്റ്റേർഡ് ആൻഡ് ബിയറർ ഉണ്ട് അല്ലേ. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിബഞ്ചർ ദോസ് ഹു ആർ വിച്ച് ക്രിയേറ്റ് ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി, അതാണ്. ദെൻ അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ക്യാരി എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ആയിരിക്കും. Then registered and bearer debenture means registered debentures are those which are duly recorded in the register or debenture holder maintained by the company. The debenture, അതായത് രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയും. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, റെക്കോർഡ് ചെയ്യുന്നതാണ് ആക്ച്വലി രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ വിച്ച് ആർ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ ബിയറർ ഡിബഞ്ചർ എന്ന് പറയും. ഓക്കെ. ദെൻ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആർ ദോസ് ഡിബഞ്ചേഴ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഏതെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ് ദാറ്റ് ആർ റീപെയ്ഡ് ബിഫോർ അതർ ഡിബഞ്ചേഴ്സ്, മറ്റ് ഉള്ള ഡിബഞ്ചറുകൾ റീപേ ചെയ്യുന്നതിന് മുൻപ് റീപേ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിബഞ്ചർ ആസ് ദോസ് ഹു ആർ പെയ്ഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് ഡിബഞ്ചർ ഹാവ് ബീൻ പെയ്ഡ് ബാക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പ്രിഫേർഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ഫിക്സഡ് ഇൻകം അറ്റ് ലെസ്സർ റിസ്കിൽ ഫിക്സഡ് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി ഡിബഞ്ചർ എന്ന്. ഈ ഡിബഞ്ചേഴ്സ് ആർ ഫിക്സഡ് ചാർജ് ഫണ്ട് ആൻഡ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞു. ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് സ്യൂട്ടബിൾ ഇൻ ദ സിറ്റുവേഷൻ വെൻ ദ സെയിൽസ് ആൻഡ് ഏർണിംഗ്സ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെങ്കിലേ പറ്റുള്ളൂ. ദെൻ ഫിനാൻസിങ് ത്രൂ ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ഡൈലൂട്ട് ദ കൺട്രോൾ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദി മാനേജ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ ആയിരിക്കും.
ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഫിക്സഡ് ചാർജ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയതുകൊണ്ട് ഡിബഞ്ചേഴ്സ് പുട്ട് എ പെർമനൻറ്റ് ബേർഡൻ ഓൺ ഏർണിംഗ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. ദെൻ ഇൻ കേസ് ഓഫ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ദ കമ്പനി ഹാസ് ടു മേക്ക് ദ പ്രൊവിഷൻ ഫോർ ദ റീപേയ്മെൻറ്റ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. സോ ഈവൻ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഫിനാൻഷ്യലി ഡിഫിക്കൽട്ടി. അപ്പോൾ എപ്പോഴായാലും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഫിനാൻഷ്യലി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. സോ വിത്ത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ദ കപ്പാസിറ്റി ഓഫ് കമ്പനീസ് ടു ഫർദർ ബോറോ ഫണ്ട് റെഡ്യൂസസ് എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്? The first one, on the basis of ownership, shares, a share is an ownership security, but in case of debenture it is a creditorship security. Then position, shareholder is the owner of the company and debenture holder is a creditor of the company. Return on investment, shareholders get dividend as the return, debenture holders get interest as a return. Then guarantee return, a guarantee of return, that is right of return is fluctuating depending upon the earnings of the company, but in case of debentures right of interest is fixed irrespective of profit or loss of the business. Then voting rate, shareholders have the voting rate in case of equity shares and the debenture holders have no voting right. Redeemability, shares cannot be redeemed except redeemable preference shares during the life of the company, but in case of debentures, redeemable debentures can be redeemed during the lifetime of the company. Then security, no charge is created on the assets of the company. Then debentures are generally secured by creating a charge on the assets of the company. Then priority for the repayment of investment. At the time of winding up of the company, share capital is payable after meeting all outside liabilities, and then debentures are repayable in priority over the share capital. I think all are clear. നെക്സ്റ്റ് സോഴ്സസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. സി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഗീവ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദ ബിസിനസ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ടേം ലോൺസ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അങ്ങനെയുള്ളത്. ഫോർ ടേക്കിംഗ് ലോൺ, ബോറോവർ ഈസ് റിക്വയർഡ് ടു പ്രൊവൈഡ് വാട്ട് സം സെക്യൂരിറ്റി ഓൺ ദ അസറ്റ്സ് ഓഫ് ദി ഫേം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്, ലോണായിട്ടൊക്കെ കിട്ടും അല്ലേ, ഫിനാൻസിന് വേണ്ടിയിട്ട്. അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ് ടൈംലി assistance to business by providing fund as and when needed by it. അല്ലേ, ആവശ്യമുണ്ടെങ്കിൽ ഫണ്ടുകൾ ബാങ്ക്സുകൾ കൊടുക്കാറുണ്ട്. സീക്രസി ഓഫ് ബിസിനസ് ക്യാൻ ബി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് ആൻ ഈസിയർ സോഴ്സ് ഓഫ് ഫണ്ട് ആസ് ദർ ഇസ് നോ നീഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു സോഴ്സസ് ആണ് ഇത്. ലോൺ ഫ്രം ബാങ്ക് ഈസ് ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണെന്നാണ് പറയുന്നത്. ദ ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട്സ് ആർ ജനറലി അവൈലബിൾ ഫോർ ഷോർട്ട് പീരീഡിലേക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാങ്ക്സ് മേ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും. ആൻഡ് മേ ഓൾസോ ആസ്ക് ഫോർ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ്, അല്ലേ, അതും ചെയ്യാറുണ്ട്. ദെൻ പേഴ്സണൽ സെക്യൂരിറ്റീസ് ഒക്കെ ബാങ്കുകൾ ആവശ്യപ്പെടും. ദെൻ ഇൻ സം കേസസ് ഡിഫിക്കൽട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ഇമ്പോസ്ഡ് ബൈ ദി ബാങ്ക്സ്. ചിലപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, വെക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അടുത്ത സോഴ്സസ് എന്ന് പറയുന്നത് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. So the government has established a number of financial institutions all over the India to provide finance to the business organizations. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫിനാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ധാരാളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, ദേ പ്രൊവൈഡ് ബോത്ത് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ലോൺ ക്യാപിറ്റൽ ഫോർ ബിഗ് ആൻഡ് മീഡിയം, ലോങ് ആൻഡ് മീഡിയം ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. സോ ആസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എയിം ഈസ് എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ടിംഗ് ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദി കൺട്രി. രാജ്യത്തിന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ദീസ് ആർ ഓൾസോ കോൾഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നിതിനെ പറയാറുണ്ട്. സോ എക്സാമ്പിൾസ് ഓഫ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് എക്സാമ്പിൾസ് ആണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ, IFCI, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ, SFC, ദെൻ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ICICI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI, ഇങ്ങനെയുള്ള ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇത് ബിസിനസ്സിന് ഫിനാൻസ് കൊടുക്കാൻ വേണ്ടി, ഫിനാൻസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ
ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ചോദിച്ചാൽ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ടു ദി ബിസിനസ് ഫേംസ് എന്ന് പറഞ്ഞു. ഒബ്റ്റെയിനിങ് ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദി ബോറോയിങ് കമ്പനി ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ബോറോയിങ് കമ്പനിയുടെ ഗുഡ് വില് റെപ്യൂട്ട് ചെയ്യാൻ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ കിട്ടുന്നത് സഹായിക്കുന്നു എന്ന് പറയുന്നു. ആസ് എ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ക്യാൻ ബി മെയ്ഡ് in easy installment, it does not create a burden on the business. ബിസിനസ്സിന് ബേർഡനെ അല്ല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തു തീർത്താൽ മതി. The funds are made available even during the period of depression. ഡിപ്രഷൻ പീരീഡ് ആണെങ്കിൽ പോലും എന്ത് കിട്ടും, ഫണ്ട് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോ റിജിഡ് ക്രൈറ്റീരിയ ഫോർ ഗ്രാൻഡിങ് ലോൺസ്. ഗ്രാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് അവർ വയ്ക്കും എന്നാണ് പറയുന്നത്. അത് ടു മെനി ഫോർമാലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. Then financial institution place restrictions on the power of borrowing company എന്ന് പറഞ്ഞു. Financial institution may have their nominee on the board of directors of the borrowing company, thereby restricting എന്തിനു വേണ്ടിയിട്ട് the powers of the company. So അതാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ നോമി ബോർഡ് കമ്പനി ബോറോ ചെയ്യുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇവരുടെ ഒരു നോമിനിയെ കൂടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വെക്കേണ്ടതായിട്ട് വരുന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെയാണ് ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇനി ഇത് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻസിങ് ആണ്. ഇന്റർനാഷണൽ ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് വേരിയസ് ഇന്റർനാഷണൽ സോഴ്സസ് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതിൽ ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൾ ഓവർ ദ വേൾഡ് എക്സ്റ്റെൻഡ് ഫോറിൻ കറൻസി ലോൺസ് ഫോർ ദി ബിസിനസ് പർപ്പസസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തതാണ് ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഹാവ് എമേർജ്ഡ് ഓവർ ദ ഇയേഴ്സ് ടു ഫിനാൻസ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ബിസിനസ്. ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഇന്റർനാഷണൽ ഏജൻസികളും ഡെവലപ്മെന്റ് ബാങ്ക്സും ഇന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ദ മോർ നോട്ടബിൾ എമംഗ് ദം ഇൻക്ലൂഡ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനിൽ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, അതായത് IFC, ദെൻ എക്സിം ബാങ്ക്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ മോഡേൺ കമ്പനീസ്, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടല്ലോ, ദി റിലേ ഓൺ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഫോർ ദെയർ ബോറോയിങ്. അല്ലേ, അവിടെ ബോറോയിങ്ങിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത്തരത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അത്തരത്തിലുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GDR ഉണ്ട്, അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂഡ് ഫോർ ദിസ് പർപ്പസ്. അതിന് വേണ്ടിയിട്ട് അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ GDR, അതായത് ഗ്ലോബലി ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ആണ് ഇഷ്യൂഡ് അബ്രോഡ് ബൈ ഇന്ത്യൻ കമ്പനി. അല്ലേ, ഇന്ത്യൻ കമ്പനികൾ അബ്രോഡിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് GDR ത്രൂ ദ ഓവർസിയർ ഡെപ്പോസിറ്ററി ബാങ്ക്സ്, ODB വഴി. സോ എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ ടു റൈസ് ഫണ്ട് ഫ്രം ഫോറിൻ കൺട്രീസ്, ഫോറിൻ കൺട്രീസിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും ട്രേഡിങ് നടത്താനും വേണ്ടിയിട്ടാണ് ഈ GDR എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ക്യാരി എനി voting right, does not carry any voting right, but only dividend and capital appreciation. വോട്ടിംഗ് റേറ്റ് ഇല്ല, പക്ഷേ ഡിവിഡൻഡും അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇത് സാധാരണ കാണുന്നത്, ഇറ്റ് ഈസ് യൂഷ്വലി സീൻ ഇൻ ദി യൂറോപ്യൻ യൂണിയനിലാണ് ഈ GDR സാധാരണ കാണുന്നത്. അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനി അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ADR ആണ്, അതായത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയും. ADR എന്ന് പറയുന്നത് ആക്ച്വലി ADR bought and sold in American market. അമേരിക്കൻ മാർക്കറ്റ് ലൈക്ക് അതർ സ്റ്റോക്സ് പോലെ അമേരിക്കൻ മാർക്കറ്റിൽ വാങ്ങാനും വിൽക്കാനും മാത്രം പറ്റുന്നതാണ് ADR അല്ലെങ്കിൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് സിമിലർ ടു ദ GDR സിമിലർ ആണ്, പക്ഷേ എക്സെപ്റ്റ് ദാറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ട്രേഡഡ് ഓൺലി ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് USA സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ട്രേഡിംഗ് നടത്താനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ ഏതിൻ്റെ പർപ്പസ് തന്നെയാണ്, GDR അതേ പർപ്പസ് തന്നെയാണ് ADR. ഇനി അടുത്ത
IDRs പറയും. അതായത് IDR പറഞ്ഞാൽ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ് ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഇന്ത്യൻ ഡെപ്പോസിറ്ററി ആണ്. എന്തിന്? ടു എനേബിൾ ദ ഫോറിൻ കമ്പനി ടു റൈസ് ഫണ്ട് ഫ്രം ദി ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ്. ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നത്? ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഡെപ്പോസിറ്ററീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ട്? ടു എനേബിൾ ഫോർ ആർക്കാണ്? ഫോറിൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് PLC വാസ് ദി ഫസ്റ്റ് ഫോറിൻ കമ്പനി ദാറ്റ് ഇഷ്യൂഡ് IDR ഇൻ ഇന്ത്യൻ സെക്യൂരിറ്റി ഇൻ ദ മാർക്കറ്റ് ജൂൺ 2010. 2010 ജൂണിൽ ആദ്യമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഫോറിൻ കമ്പനി സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് PLC എന്ന് പറയുന്ന ഫസ്റ്റ് ആ കമ്പനിയാണ് ആദ്യമായിട്ട് IDR എവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് സോഴ്സസ് ആണ് FCCB, that is foreign currency convertible bond. See, these are the security that are to be converted into equity after a specified period of time. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എന്താക്കി മാറ്റാൻ കഴിയുന്നതാണ്? ഇക്വിറ്റി ഷെയർസ് ആക്കിയിട്ട് മാറ്റാൻ കഴിയുന്ന സെക്യൂരിറ്റിയാണ് ഈ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ദേ ആർ ഇഷ്യൂഡ് ഇൻ ദി ഫോറിൻ കറൻസി ആൻഡ് ക്യാരി ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദീസ് ആർ ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഇൻ ദി ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ വെരി സിമിലർ ടു ദി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ഇൻ ദി ഇന്ത്യയിലെ ഇഷ്യൂ ചെയ്യുന്ന കൺവേർട്ടബിൾ ഡിബെഞ്ചറിന് സിമിലർ ആയിട്ടുള്ളതാണ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇതാണ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നത്, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ കുറേ സോഴ്സസ് എല്ലാം പഠിച്ചു. ഈ സോഴ്സസിൽ നിന്ന് ഫണ്ട് കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ സോഴ്സസിൽ നിന്ന് ഫണ്ട് കണ്ടെത്താൻ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് സോഴ്സസ് ഓഫ് ഫണ്ട്. ഫണ്ട് കണ്ടെത്താൻ നമ്മൾ കുറേ മാർഗങ്ങൾ പറഞ്ഞു അല്ലേ? അതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ട് ഫണ്ട് കണ്ടെത്താം? ഒന്ന്, cost of procurement of fund and cost of utilizing fund should be taken into account while deciding about the source of fund that will be used by the organization. ഒരു ഓർഗനൈസേഷൻ ഏത് സോഴ്സസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏത് സോഴ്സസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് നോക്കിയതിന് ശേഷം മതി? അവിടെ നിന്ന് എടുക്കുന്നതിനുള്ള ചിലവുകൾ നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്താൽ മതി. ഒന്ന്. ദെൻ സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ് ആണ്. മറ്റ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നോക്കണം. സോ ഇൻ ദ ചോയ്സ് ഓഫ് ഫണ്ട്, ബിസിനസ് should be in the sound financial position ആണെങ്കിൽ so as to able to repay the principal amount and interest on the borrowed amount. When the earnings of organizations are not stable ആണെങ്കിൽ they can issue equity shares and to collect the fund. അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. Then form of organization and legal status. See, the form of organization and status influence the choice of sources of raising money എന്ന് പറഞ്ഞു. പിന്നെ പർപ്പസ് ആൻഡ് ടൈം പീരീഡ് നോക്കണം. ബിസിനസ് ഷുഡ് പ്ലാൻ അക്കോർഡിംഗ് ടു ദ ടൈം പീരീഡ് ഫോർ വിച്ച് ദ ഫണ്ട്സ് ആർ റിക്വയർഡ്. സിമിലർലി ദ പർപ്പസ് ഫോർ വിച്ച് ഫണ്ട്സ് ആർ റിക്വയർഡ് നീഡ് ടു ബി കൺസിഡേർഡ് എന്ന് പറഞ്ഞു. ദെൻ റിസ്ക് പ്രൊഫൈലും കൂടെ നോക്കണം. സോ ബിസിനസ് ഷുഡ് ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ഫിനാൻസ് ഇൻ ദ ടേംസ് ഓഫ് റിസ്ക് ഇൻവോൾവ്ഡ്. ദെൻ കൺട്രോൾ ചിക്കൻ. ബിസിനസ് ഫേം ഷുഡ് ചൂസ് എ സോഴ്സ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദേ ആർ വില്ലിംഗ് ടു ഷെയർ their control over the business. Then effect on credit worthiness. Dependence of business on certain sources may affect its credit worthiness in the market. Then flexibility and easy. Another aspect affecting the choice of source of finance is the flexibility and easy of obtaining fund. Then next one is the tax benefit. Various sources may be also weighted in terms of the tax benefit. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഏത് സോഴ്സസ് ആണ് വേണ്ടത് എന്നുള്ളത്, നിങ്ങൾ ഫിനാൻസ് കണ്ടെത്താൻ ഏത് സോഴ്സസ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, please contact me.